UDF സർക്കാർ അധികാരത്തിലേറി 3 മാസത്തിലേക്ക് കടക്കുകയാണ്. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തങ്ങളുടെ ഭരണമികവ് ആവോളം പ്രകടമാക്കുമ്പോൾ ആരാണ് കേമൻ എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. എങ്കിലും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തൂഫാൻ നടപടികളുമായി റെക്കോർഡിടുകയാണ് എന്ന് കരുതി മുഖ്യമന്ത്രി മോശക്കാരനാണെന്ന് പറയാനൊന്നും കഴിയില്ല. പിണറായി വിജയനെ പോലെ കേരളം 10 വർഷം ഭരിച്ച മുൻ മുഖ്യമന്ത്രിയെ ഇന്നിപ്പോൾ സഭയിൽ നിശബ്ദനായി കാണുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, സതീശന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ പിണറായി വിജയൻ്റെ കയ്യിൽ യാതൊരു ആയുധങ്ങളുമില്ല. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ നോക്കിയിരിക്കാതെ വല്ലതുമൊക്കെ പറ എന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന KN ബാലഗോപാൽ പൊട്ടിത്തെറിച്ച് പറഞ്ഞത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസാന വാക്കാരെന്ന ചോദ്യത്തിന് ഉത്തരം മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന VD സതീശനോ കേരളത്തെ ലഹരിമുക്തമാക്കാൻ ശ്രമിക്കുന്ന തൂഫാൻ നടത്തുന്ന രമേശ് ചെന്നിത്തലയോ അല്ല. ഡൽഹിയിൽ പാർലമെൻറ്റിൽ മോദിക്കും അമിത്ഷായ്ക്കും നേരെ ചീറ്റിയടിക്കുന്ന സാക്ഷാൽ KC വേണുഗോപാൽ തന്നെയാണ്. കഴിഞ്ഞ പാർലമെൻറ്റിൽ അക്ഷരാർത്ഥത്തിൽ കേന്ദ്രത്തെ മുട്ടുകുത്തിച്ച നേതാവാണ് KC വേണുഗോപാൽ. അമിത്ഷാ സഭയിൽ വരാത്ത ഹാജർ ബുക്ക് വരെ എടുത്തുകൊണ്ടാണ് സ്പീക്കർക്ക് മുന്നിലെ സഭയുടെ നടുത്തളത്തിലേക്ക് അദ്ദേഹം എത്തിയത്. ആ KC വേണുഗോപാലിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം 3 MLA-മാർ രംഗത്തെത്തിയത് നമ്മൾ കണ്ടു. ആര്യാടൻ ഷൗക്കത്ത് എന്ന നിലമ്പൂർ MLA, അതുപോലെ തവനൂരിലെ VS ജോയി, വണ്ടൂർ MLA ആയ മന്ത്രി AP അനിൽകുമാറുമായിരുന്നു ആ 3 പേർ. ഞങ്ങൾക്ക് സീറ്റ് തന്നത്, ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചത്, ഇന്ന് ഈ രാജ്യത്തിന് വേണ്ടി രാജ്യത്തെ വർഗശത്രുക്കൾക്കെതിരെ പോരാടുന്ന നേതാവാണ് KC എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മൂവരും വേദിയെ ഇളക്കിമറിച്ചത്. എന്നാൽ UDF ഭരണത്തിലേറി 3 മാസം എത്തുമ്പോൾ VD സതീശൻ ഒറ്റക്കൊമ്പനായി എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും പാർട്ടിക്കകത്ത് വിള്ളലുണ്ടാക്കുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങൾ ഓവറാകുന്നുവെന്നൊക്കെ വിമർശനങ്ങൾ ഉയരുന്ന അതേ സമയത്ത് തന്നെയാണ് രമേശ് പിഷാരടി വിളിച്ചതിനെ തുടർന്ന് നടൻ ജഗദീഷ് മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന അത്തച്ചമയ പരിപാടിയിലേക്ക് എത്തിയത്. ജനസാഗരം നിറഞ്ഞ ചടങ്ങിൽ താനും തൻ്റെ രാഷ്ട്രീയവും മുഖ്യമന്ത്രിയോടുള്ള നിലപാടുകളുമൊക്കെ ജഗദീഷ് തുറന്നു പറഞ്ഞു. എന്നാൽ താൻ പറയുന്നതിനൊക്കെ ആധികാരികത നിലനിർത്താനായി ജഗദീഷ് വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ഈ സർക്കാരിൻ്റെ യാതൊരു വസ്തുവകകളോ സ്ഥാനമാനങ്ങളോ തനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിനെ പുകഴ്ത്തേണ്ട കാര്യങ്ങളിൽ പുകഴ്ത്താനും ഇകഴ്ത്തേണ്ട കാര്യങ്ങളിൽ ഇകഴ്ത്താനും പ്രതിഷേധിക്കേണ്ടപ്പോൾ പ്രതിഷേധിക്കാനും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ജഗദീഷ് സതീശനെ വാനോളം സ്തുതിച്ചത്. ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി വേറെ ഇല്ല എന്നാണ് ജഗദീഷ് വേദിയിൽ തുറന്നു പറഞ്ഞത്. ഡാഷിംഗ്, ഡയറിംഗ്, ഡിപ്ലോമാറ്റിക് എന്നൊക്കെ പലരും വിശേഷിപ്പിക്കുമെങ്കിലും തൻ്റെ കണ്ണിൽ സതീശൻ എപ്പോഴും എളിമയുള്ള നേതാവാണെന്ന് അദ്ദേഹം അടിവരയിടുന്നു. മുഖ്യമന്ത്രിയുടെ ഓരോ വാർത്താ സമ്മേളനത്തിനും വേണ്ടി താൻ ബുധനാഴ്ചകളിൽ വലിയ താല്പര്യത്തോടെ കാത്തിരിക്കാറുണ്ടെന്നും വിജ്ഞാനവും വിനോദവും ഒരുപോലെ നിറഞ്ഞ ആ പ്രസ് മീറ്റുകൾ അച്ചടിച്ച് പുസ്തക രൂപത്തിലാക്കണമെന്നും ജഗദീഷ് ആവശ്യപ്പെട്ടു. അതായത് കോൺഗ്രസിനുള്ളിൽ നേതാക്കൾക്ക് അണികൾ എത്ര എന്ന ചോദ്യം കാലാകാലത്തും ഉള്ളതാണ്. അവിടെ താൻ ആരപ്പം എന്തുകൊണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് നടൻ ജഗദീഷ് പറഞ്ഞിരിക്കുന്നത്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് പലരും പലതും പറയും. വെരി ഡാഷിംഗ് സതീശൻ, വെരി ഡയറിംഗ് സതീശൻ, വെരി ഡിപ്ലോമാറ്റിക് സതീശൻ. ദോഷൈക ദൃക്കുകൾ പറയും വെരി ഡോമിനേറ്റിംഗ് സതീശൻ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും വെരി ഡൗൺ ടു എർത്ത് സതീശൻ. അതാണ് നമ്മുടെ മുഖ്യമന്ത്രി. സാംസ്കാരിക ഉത്സവങ്ങളുടെ കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന അത്തച്ചമയ ഘോഷയാത്ര ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് തന്നെ പൂർണ്ണ എന്റെ ക്ഷണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ ഒക്കെ ഉത്സവമാണ് ഓണം. പക്ഷേ ഞാൻ സ്നേഹത്തിന്റെ ഉത്സവമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവിടെ ഈ അധ്യക്ഷവേദി അലങ്കരിക്കുന്ന വ്യക്തിത്വങ്ങളുമായിട്ടുള്ള എന്റെ അടുപ്പം 1-2 വാക്കുകളിൽ ഞാൻ സൂചിപ്പിച്ച് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ആദ്യം എനിക്ക് പറയാനുള്ളത്, എല്ലാവരും കാത്തിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ടുള്ള എന്റെ അടുപ്പം. എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാനങ്ങളും എനിക്ക് വേണ്ട എന്ന് ആദ്യമേ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ എനിക്ക് എന്തും വളരെ തുറന്ന് സംസാരിക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് പലരും പലതും പറയും. വെരി ഡാഷിംഗ് സതീശൻ, വെരി ഡയറിംഗ് സതീശൻ, വെരി ഡിപ്ലോമാറ്റിക് സതീശൻ. ദോഷൈക ദൃക്കുകൾ പറയും വെരി ഡോമിനേറ്റിംഗ് സതീശൻ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും വെരി ഡൗൺ ടു എർത്ത് സതീശൻ. അതാണ് നമ്മുടെ മുഖ്യമന്ത്രി.
ഞാനിത് പറയാൻ കാരണം ഒരു അനുഭവം മാത്രം പറയാം. രാഷ്ട്രീയമില്ല, ഇത് രാഷ്ട്രീയത്തിന് അതീതമായ മതസൗഹാർദ്ദത്തിൽ ഊന്നിയുള്ള ഒരു ആഘോഷമാണ്. ഒരു ചെറിയ അനുഭവം പറയാം. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്നെ ഒരു ദിവസം പ്രചരണത്തിന് കിട്ടണമെന്ന് അന്നത്തെ സ്ഥാനാർത്ഥി ആഗ്രഹിച്ചു. ഞാൻ അവിടെ ചെന്ന് തുരുതുരാ യോഗങ്ങളിൽ പങ്കെടുക്കുകയാണ്. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് അവിടെ ചെന്നപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ച നമ്മുടെ മുഖ്യമന്ത്രി ലിസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു, എത്ര പ്രസംഗങ്ങൾ? 42 മീറ്റിങ്ങുകളോ. ജഗദീശേട്ടന് അത്രയൊന്നും പ്രസംഗിക്കേണ്ട, ഒരു 21 അല്ലെങ്കിൽ 22, അതിൽ കൂടുതൽ വേണ്ട. അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ആ പ്രത്യേകത മനസ്സിലാക്കി. അതായത് നമ്മുടെ ബുദ്ധിമുട്ടുകൾ, മറ്റുള്ളവന്റെ ബുദ്ധിമുട്ടുകൾ, ഇത് 42 യോഗങ്ങളിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഓടി ആ ചെങ്ങന്നൂർ ഒരു മണ്ഡലത്തിൽ മുഴുവൻ ഓടിയെത്തുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഇന്ന് അദ്ദേഹത്തിന്റെ ഞാൻ വന്നോടൻ സംസാരിച്ചത് എന്താണെന്ന് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത്, CM അങ്ങയുടെ പ്രസ് മീറ്റ് കാണാൻ ഞങ്ങൾ താല്പര്യപൂർവ്വം ബുധനാഴ്ചകളിൽ കാത്തിരിക്കുന്നു. ഏറ്റവും നല്ല എന്റർടൈൻമെന്റ്, അത് വിനോദവും വിജ്ഞാനവും അതിനകത്തുണ്ട്. ദ വേ ഹീസ് ഹാൻഡ്ലിംഗ് പ്രസ്, അത് കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ്. വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. അതല്ലാതെ സൂപ്പർ ഫ്ലോസ് ആയിട്ടുള്ള ഉപരിപ്ലവമായിട്ടല്ല ഡീൽ ചെയ്യുന്നത്, മറിച്ച് കാര്യങ്ങൾ പഠിച്ച് അപഗ്രഥിച്ച്. പ്രതിപക്ഷ നേതാവാകുമ്പോഴും എന്റെ ജ്യേഷ്ഠൻ, അദ്ദേഹം നിയമസഭാ സെക്രട്ടേറിയൽ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. നിയമസഭയിലെ പ്രസംഗങ്ങളെല്ലാം ക്രോഡീകരിച്ച് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നു എന്നതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസ് കോൺഫറൻസുകൾ എല്ലാം തന്നെ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്ര താല്പര്യത്തോടുകൂടിയാണ് ജനങ്ങൾ കേട്ടിരിക്കുന്നത്. ഇത് രാഷ്ട്രീയമല്ല. ഞാൻ നിഷ്പക്ഷനായിട്ടുള്ള ഒരു കലാകാരൻ. എനിക്ക് കലാകാരന് ഈ സർക്കാരിനെ വിമർശിക്കാനും നല്ലത് ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കാനും അഭിനന്ദിക്കാനും എനിക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ സ്ഥാനങ്ങൾ വഹിക്കാത്ത തന്നെ എന്തെങ്കിലും ജനപക്ഷ നിലപാടുകൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും വന്നാൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചാൽ അതിന് വേണ്ട പരിഹാരവും അദ്ദേഹം സ്വീകരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അനൂപ് ജേക്കബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ TM ജേക്കബ് സാറുമായിട്ട് ഏറ്റവും അധികം ഉണ്ടായിരുന്ന ഒരു കലാകാരനാണ് ഞാൻ. അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ട് നല്ല ബന്ധമുണ്ട്. അനൂപ് ജേക്കബ് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ജേക്കബ് സാറിനാണ് ഓർക്കുന്നത്. ആ സ്നേഹവായ്പ കാളവയൽ മത്സരം ഒക്കെ തന്നെ ഞാൻ അതിൽ പങ്കെടുത്തിട്ടുണ്ട്, ജേക്കബ് സാറിന്റെ ക്ഷണം സ്വീകരിച്ച്. അതേപോലെ തന്നെ നമ്മുടെ ഫ്രാൻസിസ് ജോർജ് സാറ്, അദ്ദേഹമായിട്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ അന്ന് അദ്ദേഹം വളരെ സമയമെടുത്ത് എന്നോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ വളരെ സത്യസന്ധനായിട്ടുള്ള ആത്മാർത്ഥതായിട്ടുള്ള ഒരു നേതാവിനെ ഞാൻ അദ്ദേഹത്തെ കണ്ടു. അതേപോലെ തന്നെ ഹൈബീരൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലനായ, പാർലമെന്റിൽ നമ്മുടെ ജനങ്ങളുടെ ശബ്ദം മുഴക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചിട്ടുള്ള യുവാക്കളുടെ എന്നും യുവത്വം കാത്തു സൂക്ഷിക്കുന്ന പ്രസരിപ്പുള്ള ഒരു നായകൻ, നേതാവ്. ഭാവിയിൽ ഒരുപാട് സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് വഹിക്കാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ ദീപക് ജോയ്, നമ്മുടെ പ്രിയങ്കരനായ MLA ദീപക് ജോയോട് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹോദരനുമായ രമേശ് പിഷാരടിയാണ് ഇന്ന് രാവിലെ വിളിച്ച്, ഞാനിവിടെ കുഞ്ചാക്കോ ബോബന്റെ ചിത്രം ഹെയിൽ മേരി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ മഹാരാജാസ് കോളേജിലാണുണ്ട്. അപ്പോ ദീപക് ജോയോട് രമേശ് പിഷാരടിയാണ് വിളിച്ച് പറഞ്ഞത്. അപ്പൊ രമേശ് പിഷാരടി എന്റെ അടുത്ത് പറഞ്ഞു, ദീപക് ജോയ് എന്ന് പറയുന്നത് വളരെ ജനകീയനായിട്ടുള്ള ഒരു നല്ല MLA ആണ് ജഗദീഷ് ചേട്ടാ, അദ്ദേഹത്തിന് വേണ്ടി ഇന്നൊന്ന് വരണം. ഒരു ഷോർട്ട് നോട്ടീസാണ് എനിക്ക് കിട്ടിയത്, എന്നാൽ പോലും ഞാൻ വന്നു.